ഹായ് ഗൈസ്, കുറച്ചധികം നാളിലായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങണമെന്ന്. പക്ഷേ നാട്ടിൽ ജോലി, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാർ, അതിനിടയ്ക്ക് ഒന്നും സമയമേ കിട്ടുകയില്ലായിരുന്നു. എന്നാൽ യു കെയിലോട്ട് മൂവ് ചെയ്താൽ പിന്നെ എല്ലാ ദിവസവും ഒരു 5-6 മണി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. വീക്കെൻഡ്സിലൊന്നും വലിയ പണിയില്ല. ദെൻ ഐ തോട്ട് ഇറ്റ്സ് എ ഗുഡ് ടൈം ടു സ്റ്റാർട്ട് എ വ്ളോഗ്. പക്ഷേ അപ്പോഴും നമ്മളൊരു ട്രാവൽ വ്ളോഗ് തുടങ്ങുമ്പോൾ അത് നാട്ടിൽ നിന്നാണ് തുടങ്ങണമല്ലോ. അങ്ങനെ വിചാരിച്ച് ടിക്കറ്റ് എടുത്ത് വെച്ചതാണ്. പക്ഷേ അപ്പോഴാണ് ഇവിടെ പുതിയ COVID-19 സ്ട്രെയിൻ കണ്ടുപിടിക്കണേ. അതിൻ്റെ പേരിൽ നാട്ടിലോട്ടുള്ള ടിക്കറ്റ് ക്യാൻസലായി, എല്ലാം ചളക്കുളം. അപ്പോൾ ഐ തോട്ട് ഞാനിപ്പോൾ യു കെയിലുള്ള ഈ സ്ഥലം ബ്രിസ്റ്റൽ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. യു കെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ലണ്ടനാണല്ലോ. അപ്പോൾ ലണ്ടൻ അപ്പുറത്തോട്ടുള്ളൊരു യു കെ, അതാണ് ഞാൻ മോസ്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ട്രാവൽ ബ്ലോഗ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രം കണ്ടുകൊണ്ട് നമ്മളെങ്ങനെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മളൊരു ട്രാവൽ ബ്ലോഗ് ഉണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും കുറച്ചൊരു ഉപകാരം കൂടി ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു സിറ്റിയിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസസ്, അതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ അവരും പറഞ്ഞു തരും കുറേ ഓപ്ഷൻസ്, പക്ഷേ ഒരുപാടുണ്ടാവും, മൈറ്റ് ബി കൺഫ്യൂസിങ്. അപ്പോൾ ദിസ് ഈസ് മൈ സജസ്റ്റഡ് ഐറ്റിനറി ഫോർ എ ഡേ. ഇപ്പോൾ ഈ കേസിൽ ഇൻ ബ്രിസ്റ്റൽ ഇതൊരു 150 സിറ്റിയിൽ ഇത് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അക്രോസ് ഒരു 50 കൺട്രീസ്. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെങ്കിൽ ഈ നമ്പർ കുറയത്തില്ല. രാവിലെ ഇറങ്ങിയ നേരെ ചടഗോസ്, 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. വെള്ളം ആവശ്യത്തിന് കരുതുക, ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചടഗോർജിൻ്റെ താഴെ എത്തി നമ്മൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിമാനം പറത്തണമെങ്കിൽ വലിയ അപ്രൂവലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഈ പുറത്ത് നിന്ന് ഇവിടെ നിന്ന് പറത്തി വിട്ടാലൊന്ന് മേളിലെത്തുമല്ലോ, അങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ വെയിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ മേളിക്കട ഒന്ന് പറഞ്ഞിട്ട് വരാം. ഈ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഏറെക്കുറെ ചടഗോസ്. ഇതിനകത്തൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട്. ഫുൾ അകത്തൊക്കെ ഒന്ന് കയറി ടോപ്പ് വരെ ഒന്ന് പോയിട്ട് അതാണ് അതിൻ്റെ സുഖം. അപ്പോൾ ഇനി വീണ്ടും ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ്. ഇതിൻ്റെ താഴെ ഇറങ്ങിയ ഏറെക്കുറെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഒരു കടയുണ്ട്, അടിപൊളിയാണ്. അവിടെ നിന്നൊരു ഫിഷ് ആൻഡ് ചിപ്സോടെ കഴിച്ചാൽ സൂപ്പർ. അപ്പോൾ ഇനി നേരെ ബ്ലേസ് കാസിൽ. യു കെയിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് കാസിൽസ്. അതിപ്പോൾ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, വെയിൽസ് ആയിക്കോട്ടെ, സ്കോട്ട്ലൻഡ് ആയിക്കോട്ടെ, എവിടെ പോയാലും ഒരുപാട് കാസിലുകളുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രിസ്റ്റൽ സിറ്റിക്ക് അടുത്തുള്ളൊരു കാസിലാണ് ബ്ലേസ് കാസിൽ. ഒരു അടിപൊളി കാസിലാണെന്ന് ഞാൻ പറയാനില്ല, പക്ഷേ എല്ലാവരും എടുക്കുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ കാസിലിന് മുന്നിൽ നിന്ന്, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പോവാം. ഒരു 20 മിനിറ്റ്സ് ഫ്രം സിറ്റി സെൻറ്റർ, അത്രേ ഉള്ളൂ. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴി ഈ സ്വർഗത്തിലേക്കുള്ള വഴി പോലെ കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ. ഇനി എന്താ നമുക്ക് ബ്ലേസ് കാസിൽ ഒന്ന് പറന്ന് കാണാം. ഇവിടെയും കുറച്ചു നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് കുറച്ചൊന്ന് രാത്രിയായിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. ഇവിടെ പിന്നെ യു കെയിലൊരു 4-5 മണിയാകുമ്പോഴത്തേനും ഈ ഡിസംബറിലൊക്കെ രാത്രിയാകും. അതുകൊണ്ട് അതൊന്നും വലിയ സീനില്ല.
ബ്രിസ്റ്റലിൽ രാത്രിയിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു നല്ല ഉത്തരമാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ക്ലിഫ്റ്റണിലുള്ള. അതാണ് ഇപ്പോൾ എൻ്റെ ഈ പുറകിൽ ഈ കാണുന്നത്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജിനോട് ചേർന്ന് കിടക്കുന്ന ഒബ്സർവേറ്ററിയിൽ നിന്ന് നോക്കിയാൽ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? ഇവിടുത്തെ കഫേ ഉണ്ട്, അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരോടെ അടിപൊളിയാകാനേ. പക്ഷെ അവരൊക്കെ അടച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഈ നടക്കണതിന് മുന്നേ ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ഒന്ന് നിറച്ച് പയ്യെ അങ്ങ് നടക്കാം. നല്ല സുഖമുണ്ട് നമുക്ക്. പക്ഷെ അത്യാവശ്യം നല്ല ജാക്കറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ സുഖത്തിന് പകരം വലിയ അസുഖം പിടിക്കും, അത് വേറെ കാര്യം. എന്നാൽ പിന്നെ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വേറൊരു സിറ്റിയിൽ വേറൊരു ദിവസമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക്. പിന്നെ സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ ബെല്ല് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതിലൂടെ ഒന്ന് ഞെക്കിയേക്കുക. താങ്ക് യു.